ഒറ്റയ്ക്കൊരു കാർ, അകത്തൊരു ബാഗ്, ചുറ്റും ആരുമില്ല. ഡോറൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ. തുറന്ന ഇതിനകത്തൊന്നുമില്ലേ? പുറത്തേക്ക് എങ്ങനെ പോയാ? കാണില്ല. ഹലോ, എക്സ്ക്യൂസ് മീ. ഇത് ചേട്ടൻ്റെ വണ്ടിയാ? അതെ. നിങ്ങളാരാ? ഞാൻ വഴി പോക്കനാ. അല്ല, ഈ ഡോറൊക്കെ തുറന്നിട്ട് ആൾക്കാർക്ക് ഈ വഴി പോകണ്ടേ? ഡോറ് തുറന്നാണ് ഉടനെ. ഞാൻ അടച്ചിരുന്നാണല്ലോ. അല്ല, തുറന്നു നടന്നേ. വണ്ടികൾക്കൊന്നും ഈ വഴി പോകാൻ പറ്റണില്ല. ഓ, ഐ എം സോറി. ഞാൻ ഡോർക്കത് ചെയ്തതാ. അമ്പോ, നല്ല കണ്ടീഷൻ വണ്ടി. ചേട്ടനിത് എത്ര നാളായി മേടിച്ചിട്ട്? ഇതെന്റെ ചേട്ടന്റെ കാറായിരുന്നു. ഇതെടുത്തിട്ട് ഇപ്പൊ 3-4 കൊല്ലായി. അല്ല, ചേട്ടനപ്പ ഡോക്ടറാ? അതെ. കണ്ടാ പറയില്ലട്ടാ. അത് സാരില്ല. ഡോക്ടറിന്റെ ഒക്കെ കോലം ബാഗ് ഒരുമാതിരി വെച്ചിരുന്നല്ലോ. പോയി. അതെ, എന്റെ ബാഗ് കാരണത്തുണ്ടായിരുന്നു. അത് കണ്ടിരുന്നു. ഇവിടുന്ന ബാഗാ? ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ വന്നപ്പോ ബാഗൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതവിടെ പോയി. ഇന്നത്താണ് വെച്ചിരുന്നത്. ഹലോ, മിസ്റ്റർ. ഹലോ മിസ്റ്റർ, നിങ്ങളെ തന്നെ. അതെ, ഇതുപോലത്തെ ഒരു ബാഗ് കാരണത്തുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. നിങ്ങൾ പൊക്കോ. ഞാനത് കാറിനകത്താണല്ലോ വെച്ചിരുന്നത്. പിന്നെ അതാര് കൊണ്ടുപോയി? ഞാൻ മറന്നു പോണോ? സോറി. എവിടെ പോയത്? ഒറ്റക്കിരുന്നല്ല. നിനക്ക് അയാളുടെ മുമ്പിൽ കൂടെ അയാളുടെ ബാഗ് എടുത്തിട്ട് പോണായിരുന്ന? നിനക്ക് അയാളുടെ മുന്നിൽ കൂടെ അയാളുടെ കാലിനെ കുത്തി തുറക്കാം അല്ലേ? അങ്ങനെ കുത്തി തുറന്നോണ്ടല്ലേടാ ഈ ബാഗും ഈ പേഴ്സും നമ്മുടെ കയ്യിൽ വന്നത്. ഇതിപ്പോ നീ അടിച്ച് എന്തായാലും നീ ഇപ്പൊ വന്നത് നന്നായി. നീ അയാളുടെ കാർ കുത്തി തുറക്കണതും അയാളിനെ പൊക്കണം ഒക്കെ ഞാൻ കണ്ടതാ. അതപ്പൊ നൈസായിട്ട് ഓപ്പറേഷൻ നടത്തിയ. പുള്ളി കണ്ടിരുന്നെങ്കിൽ നിന്റെ മേത്തിട്ട് ഓപ്പറേഷൻ നടത്തിയാണ്. അതും ശരിയാ. പേഴ്സ് നോക്ക്, ഞാൻ നോക്കട്ടെ. അയ്യേ, ഫോട്ടോ. ഇതിലാകെ 1000 രൂപയുണ്ട്. ഇതിലയാളുടെ വെള്ള കോട്ടും കൊറേ പണ്ടാരും കാണിച്ച്. പണിയെടുത്ത് വെറുതെ. പുള്ളി അവിടെ നേരം നോക്കണ്ടല്ലോ. എവിടെ? ഇതിലവിടെ. എവിടെ? ഇതിന്റെ കാര്യം പറ. ആ ഡോക്ടറിന്റെ കാറിൽ നിന്ന് ബാഗ് അടിച്ചത് അയാൾ കണ്ടുപോകുന്ന ഡൗട്ട്. പിന്നെ അയാൾ പിന്നിലുണ്ടോ നോക്കി. ഉണ്ട്. സ്പീഡ്. നീ എന്തിനാ ഇതും പിടിച്ചോണ്ടിരിക്കണേ? ഇതങ്ങടെ ഞാൻ കളഞ്ഞേക്ക്. കോപ്പ് ഒന്നുമില്ല. കളഞ്ഞേക്കാം.
വിശന്നിട്ടും വയ്യ പണ്ടാരം. കാലത്തൊരു സാധനം കഴിച്ചിട്ടില്ല. ആ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്നിട്ട് 1000 രൂപയുണ്ട്, നോക്കാം. ആ അടച്ചോണ്ട് നോക്കാം. എന്തേ അയാളെ പിന്നീടുണ്ടാ മച്ചവനെ വിട്ടോടാ. വെറുതെ പണിയാണെന്ന് തോന്നണേ. സ്കൂട്ടായി സ്കൂട്ടായി. ഞാനൊന്നും അടിച്ചിട്ടില്ല. പിന്നെ നമ്മളിട്ട് ഓടിക്കണേ? എനിക്കറിയില്ല, എന്താ ചോദിക്കണ? നിനക്കെന്താ ജീവിക്കാനുള്ള ആഗ്രഹമൊന്നുമില്ലേ? എന്ത് മനുഷ്യനത്? തടിയനാണെങ്കിലും തെടിക്ക് കൊടുക്കാത്ത സ്റ്റാമിന. പോയി 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 പോയി. ഓടി അടപ്പളകി. ആരാണോ പണിയേണ്ടത്? പൊട്ടി മച്ച. എന്റെ അമ്മേ, ഇടിവണ്ടി പോയാ. ഞാൻ ബാഗെടുത്ത് അയാൾക്ക് കൊടുത്തേ. ചേട്ടാ, ഞങ്ങളടുത്ത ബാഗ് തിരിച്ചു തരണേ. ഇനി ഞങ്ങളിട്ട് ഓടിക്കരുത്. വഴിയല്ല ഈ വഴി. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ചേട്ടാ, കയ്യിലുണ്ടായിരുന്ന ബാഗൊക്കെ തിരിച്ചു തന്നില്ലേ? ഇനി കയ്യില് ഈ പേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതെടുത്തിട്ടൊന്ന് വെറുതെ എവിടെ? ചേട്ടാ, ഒരു ബബിൾക്കം തരുമോ? ത്തിന് വേണ്ടിയാണെങ്കി പറഞ്ഞാ അവൻ പിടിക്ക്. അയ്യോ, എന്നെ ആശുപത്രി പോയാ മതിട്ടാ. ചേട്ടാ ചേട്ടാ, ബബിൾക്കം ബബിൾക്കം, എനിക്ക് കാറി കയറണ്ട. അയ്യോ അയ്യോ അയ്യോ. ഓ, നിങ്ങളായിരുന്നോ? അവൻ നിങ്ങൾ ഉപദ്രവിച്ചോ? ചെറുതായിട്ട്. സോറി, ക്ലിനിക്കിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന പേഷ്യൻ്റ് ഒന്ന് ഇറങ്ങി ഓടി. പേഷ്യൻ്റാ? നിങ്ങളിപ്പോ പ്രാന്തിന്റെ ഡോക്ടറാ? അതെ. ഇയാളല്ലേ നേരത്തെ അതിലേ പോയത്? അത് ഞാനായിരിക്കില്ല.
ചേട്ടാ തടിയാണ് കിട്ടിയതാ. രക്ഷപ്പെട്ട്. ഇതെന്റെ ബാഗാ. ആണോ? പോയെന്ന് എഴുതി. ഭാഗ്യാ. എന്റെ പേഴ്സ്. ഇതെന്റെ പേഴ്സാ. ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു? അതും ആ തടീൻ്റെ നേടിയതാ. ഓ, അപ്പൊ അവനെ ഇതെല്ലാം എടുത്തോണ്ട് പോയത്. താങ്ക് യു സോ മച്ച്. ദൈവമായിട്ടാണ് നിങ്ങളോട് എത്തിച്ച്. ഇവനങ്ങനെ മിസ്സായിരുന്നേ അതും എൻ്റെ തലല്ല അതിനെ. അത് വളരെ ശരിയാ. ബൈ ദ വേ, ഐ എം ഡോക്ടർ പോളി, നിവിൻ പോളി. എന്നാ ഞാൻ സൽമാൻ, ദുൽഖർ സൽമാൻ. ഓ, ഗുഡ് നെയിം. എന്നാ ഫഹദ്, ഫഹദ് ഫാസിൽ. ഓ, നൈസ് നെയിം. ഓക്കെ. ഒരു സംശയം, ഈ തടിയൻ ആരാ? ഇയാളെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എടോ, ഇയാളാണ് പണ്ഡിറ്റ്, ഹാപ്പി പണ്ഡിറ്റ്. വലിയ സിനിമാക്കാരനായിരുന്നു. അവസാനം സിനിമ പിടിച്ചിട്ട് ഈ പരുവത്തിലായതാ. പിന്നെ ഈ കാണുന്ന അയാളുടെ തടിയൊന്നല്ല, അയാളെ പടം കണ്ട് നാട്ടുകാരെ എടുത്തിട്ട് പെരുമാറിയതാ. അതാ കണ്ടിട്ട് മനസ്സിലാവാതിരുന്ന. എന്നാ ഞാൻ പോട്ടെ. ഇനി എന്നാ അയാൾ ഇറങ്ങി ഓടും. ഓക്കെ, സീ യു. അയ്യോ പിടിച്ചോട്ടാ, ഇവൻ കളിക്കോ? ചേട്ടാ സൂക്ഷിച്ച്, കള്ളന്മാരൊക്കെ ഉള്ളതാ. ബാഗ്, പേഴ്സ്, പോടാ. കാറും പോയി, ബാഗും പോയി, പേഴ്സും പോയി, എല്ലാം പോയി. നീ ഇവിടെ ടാറ്റം കൊടുത്തോണ്ട് നിന്നോ. കയ്യിലാണെ 10 പൈസ ഇല്ല. ഉണ്ടായിരുന്ന കാശ് കറക്റ്റ് സമയത്ത് നീ അയാളുടെ പേഴ്സാണ് അയാളുടെ മുന്നിൽ തന്നെ ഓടിട്ടെ. ഞാനെന്ത് ചെയ്യാനാ, പോയതല്ലേ. എടാ, എന്തായാലും നമുക്ക് ആ പേഴ്സ് കിട്ടാൻ വിധി ഉണ്ടായിരുന്നില്ല. അത് അയാൾക്ക് കിട്ടാനായിരുന്നു നോക്കുമ്പോൾ അയാൾക്ക് തിരിച്ചു കിട്ടി. നീ ഇവിടെ തത്വം പറഞ്ഞോണ്ടിരുന്നോ. വേസ്റ്റിട്ട് വേറെ തള്ളയ്ക്ക് വിളിച്ചു തുടങ്ങി. തന്തയ്ക്കും വിളിക്കാം. തത്വം മുഴുവൻ തന്നെ പറ്റണി. നീയേ ഇത് തിന്നെ. എന്താ ആനവായിൽ അമ്പഴങ്ങിയോ? ബബിൾ കപ്പ്. ഇതാണ് എല്ലാത്തിലും പ്രശ്നം ഉണ്ടാക്കിയത്. ഈ സാധനത്തിന് ആ പണ്ടാറക്കാലം പുറകെ വന്നേ. ഇല്ലെങ്കിൽ ആ പേഴ്സ് നീ തിന്നണ്ട. നീലാകാശ കീഴിൽ ജീവിത പാവകളിക്കായി വന്നവരല്ലോ നമ്മൾ. സ്ഥിരമാരും കാണാതോരോ ചെറുതര തക്കിട തരികിട വേലകൾ ഒപ്പിക്കുന്നു. നിഴല് പോലും കാവൽ നിൽക്കും നിമിഷമല്ലേ ഈ വിധം. മനസ്സിലോരോ ചിന്തകൾക്കാ വഴി തരുന്നതും മനം. വെറുതെ ഇനിയും ഒരു പുകിൽ പേടുന്നോരോ കുലുമാലുകളിൽ അലയും ഇനിയും ഒരു പകൽ. ഓർമ്മയിലിരവ് പകല് മുഴുവൻ ചിറകേറിയൊരറിയ കനവിൻ തേൻ കണമലിയും അമൃത കണമായി വരവാകിയൊരിനിയ മഴയിൽ